രചന ഗംഗോത്രി. ഭാഗം 30. കാർത്തി വേഗം തന്നെ സൈബർ സെല്ലിൽ വിളിച്ചു കോൾ ട്രേസ് ചെയ്യാൻ പറഞ്ഞു. അവൾ ഗംഗോത്രിയോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ ദേഷ്യം തീരുന്നത് വരെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി ഫോൺ വാങ്ങി. ഹലോ, നീ ആരാടാ പുല്ലേ? അവളുടെ പുതിയ ആളാണോ? പുതിയതല്ലടാ, പഴയതാ. സ്കൂളിൽ തുടങ്ങിയ ബന്ധം, വളരെ പഴയത്. അപ്പോൾ എന്താണ് നിന്റെ ആവശ്യം? എന്നോട് പറയടാ. ഞാൻ അവളുടെ ഭർത്താവല്ലേ? നമുക്കൊന്ന് നേരിൽ കണ്ടാലോ? സമയം സ്ഥലമൊക്കെ നീ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വരും. പെട്ടെന്ന് മറുതലയ്ക്കൽ നിശബ്ദനായതുപോലെ കാർത്തി ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഓ, നീ പോലീസായിരുന്നോ? ഞാൻ ഇപ്പോഴാ അറിഞ്ഞേ. കാർത്തിക് ശങ്കർ മഹാദേവൻ. നീ എൻ്റെ ഫോൺ കോൾ പരിശോധിച്ചെന്നെ പിടിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതൊരു ബംഗാളിയുടെ ഫോണാണ്. അതും മറ്റൊരു ബംഗാളിയുടെ ഫോണിൽ നിന്ന് കോൾ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പോലീസുകാർ തിരിഞ്ഞു വരുമ്പോൾ ഞാൻ പഴുതടച്ചിരിക്കും. പിന്നീട് മറുതലയ്ക്കൽ നിന്നൊരട്ടഹാസം കേട്ടു. കാർത്തിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ കോൾ കട്ട് ചെയ്തിട്ട് ബെഡിലേക്കിട്ടു. അങ്കിൾ അവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് അറിയില്ല. അവൻ്റെ രൂപം ഒന്നും നമുക്കറിയില്ലല്ലോ. അങ്കിളിനോട് ചോദിക്കാൻ പറ്റിയ അവസ്ഥയിലുമല്ല. അപ്പ അവനെ കണ്ടത് പാലായിൽ വെച്ചാണ്. കാരണം അതിന് അരമണിക്കൂർ മുമ്പ് പപ്പ എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. മുരിക്കുമ്പുഴ ക്ഷേത്രത്തിലാണ് പപ്പ പോയത്. എന്നെ വിളിച്ചപ്പോൾ പപ്പ നല്ല ഹാപ്പിയായിരുന്നു. പൊൻകുന്നം പാലത്തിൽ വെച്ചാണ് അപകടം. അപ്പോൾ അത്രയും ദൂരത്തിനിടയിലാണ് അവനെ കണ്ടിരിക്കുന്നത്. അതിനിടയിലുള്ള CC ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അവനെ കിട്ടും. അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഗംഗ പറഞ്ഞു. കാർത്തി അത്ഭുതത്തോടെ അവളെ നോക്കി. സത്യത്തിൽ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ഗംഗോത്രിയുടെ ഭർത്താവാണ് ഞാനെന്ന് പറയുന്നതിൽ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കരുത്തനാണ്. അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞു. ഗംഗ മറ്റേതോ ലോകത്തിലായിരുന്നു. ഗംഗു, നീ എന്താ ആലോചിക്കുന്നേ? ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ? കാർത്തി ചോദിച്ചു. അതിന് ഒന്നുമില്ലടി പെണ്ണേ, ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഒന്നുമില്ലെങ്കിലും നിന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കിടത്താൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം, കാർത്തി പറഞ്ഞു. ഗംഗ മുഖമുയർത്തി കാർത്തിയെ നോക്കി. എന്താണ് പൊന്നുമോന് വേണ്ടത്? ആദ്യരാത്രിയുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. എന്ന് വെച്ച് കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെറുതായിട്ട് എന്തെങ്കിലും, കാർത്തി പറഞ്ഞു. ഗംഗ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൻ ഇനിയും പോരട്ടെ എന്ന മട്ടിൽ കണ്ണുകൾ അടച്ചു കിടന്നു. ഗംഗ അവൻ്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചു, പിന്നെ മൂക്കിൽ, ഒടുവിൽ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് കിട്ടിയപ്പോൾ അവനൊന്ന് ചിരിച്ചു. അതുപോലെ ഒന്നുകൂടി, പതിയെത്താ, കാർത്തി പറഞ്ഞു. ഗംഗ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. പ്ലീസ് താടാ. അവൾ മടിച്ച് വീണ്ടും അവൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. അതിനുവേണ്ടി കാത്തു നിന്നതുപോലെ അവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. പതിയെ പതിയെ അവൻ അവളിൽ ആധിപത്യം സ്ഥാപിച്ചു. അവൾ വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ രണ്ടുപേരും തളർന്നുറങ്ങി. രാവിലെ കർട്ടനിടയിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് നൂഴ്ന്നു കയറി. മുഖത്തേക്കടിക്കുന്ന വെളിച്ചത്തെ വകവയ്ക്കാതെ അവൾ പുതപ്പ് തലവഴി മൂടി. പെട്ടെന്നാണ് താൻ നഗ്നയാണെന്ന ബോധം അവൾക്കുണ്ടായത്. അവൾ നാക്ക് കടിച്ചുകൊണ്ട് അരികെ കിടന്ന ആളെ നോക്കി. അപ്പോഴാണ് തന്നെ നോക്കി കിടക്കുന്ന കാർത്തിയെ അവൾ കണ്ടത്. അവൾ പെട്ടെന്ന് നാണം കൊണ്ട് പുതപ്പ് തലവഴി വീണ്ടും മൂടി. അവൻ മെല്ലെ ആ പുതപ്പ് താഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾ അതിൽ മുറുകെ പിടിച്ചു. അവൾ വേഗം പുതപ്പെടുത്ത് വാരി ചുറ്റിക്കൊണ്ട് വാഷ്റൂമിലേക്ക് ഓടി. അവൾക്ക് വല്ലാത്ത നാണം തോന്നി. ഷവറിലെ വെള്ളം ദേഹത്തോട് ഒലിച്ചിറങ്ങിയപ്പോഴും അവൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ബെഡ്ഷീറ്റ് മുഴുവൻ നനഞ്ഞിരുന്നു. പെട്ടെന്ന് ടവലെടുത്ത് ശരീരം മറച്ചു. എന്നിട്ട് ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൾ കാർത്തിയെ നോക്കിയതേയില്ല. നേരെ കണ്ണാടിയുടെ മുമ്പിലേക്കാണ് പോയത്. അവിടെ പോയി നിന്ന് തല തുവർത്തി. പിന്നെ മുടി കോതി ഒതുക്കി. കാർത്തി ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. തുടരും.